ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPM മാറി. കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വീണ്ടും LDFിന് വിജയം സമ്മാനിച്ചതെന്ന് നേതാക്കൾ പ്രതികരിച്ചു. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ SDPIയുടെ നിലപാട് നിർണായകമാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 24 വാർഡുകളിൽ 11 വാർഡുകളിൽ വിജയിച്ചാണ് LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുന്നത്. UDFന് 8ഉം SDPIക്ക് 5 സീറ്റുകൾ ലഭിച്ചു. ഒറ്റയ്ക്ക് ഭരിക്കാൻ കേവലം 13 സീറ്റുകൾ വേണം. കേവല ഭൂരിപക്ഷം ആർക്കും ഇല്ലാത്ത സ്ഥിതിയാണെങ്കിലും 11 സീറ്റുകൾ നേടി LDF വലിയ ഒറ്റക്കക്ഷിയായി. തുടർന്ന് ഭരണം നടത്താനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF. അതേസമയം SDPIയുടെ നിലപാടുകൾ പഞ്ചായത്തിൽ നിർണായകമാവും. നിലവിലുണ്ടായിരുന്ന LDF ഭരണസമിതിയിൽ 3 സീറ്റുകൾ SDPIക്ക് ലഭിച്ചിരുന്നു. ആരെയും തുണയ്ക്കാത്ത നിലപാടാണ് SDPI സ്വീകരിച്ചിരുന്നത്. ഇത്തവണയും ഇതേ നിലപാട് തന്നെ തുടരുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ പഞ്ചായത്തിൽ LDF തുടർഭരണവുമായി മുന്നോട്ടു പോകും. കഴിഞ്ഞ 10 വർഷമായി LDF ഭരണസമിതി നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഇപ്പോഴത്തെ വിജയമെന്ന് പഞ്ചായത്ത് LDF കൺവീനർ TV ഗിരീഷ് പറഞ്ഞു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം 11 സീറ്റ് നേടി ഏറ്റവും വലിയ കക്ഷിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 10 സീറ്റുണ്ടായിരുന്ന് 1 സീറ്റ് വർദ്ധിച്ച് 11 സീറ്റായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, അഴിമതിരഹിതമായ സുസ്ഥിരമായ വികസനം, അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. അതിന് അനുകൂലമായ വിധിയെഴുത്താണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിനെതിരായ ഒരു തരംഗം ഉൾപ്പെടെ ഉണ്ടായപ്പോഴും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നത്. ഇപ്പോൾ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ അവിടെ BJP 10 വർഷക്കാലമായി BJPയുടെ പ്രതിനിധിയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഇടതുപക്ഷം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിൽ വ്യാപകമായി LDFിനെതിരെ നടത്തിയ കള്ളപ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് LDFിന്റെ വിജയമെന്നും TV ഗിരീഷ് സൂചിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 10 വർഷക്കാലമായി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതിനെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള കള്ളപ്രചരണങ്ങൾ വ്യക്തി കേന്ദ്രീകരിച്ചുകൊണ്ടും മതവും ജാതിയും എല്ലാത്തിനും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ UDF വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ കള്ളപ്രചരണങ്ങളെയും അവരുടെ പണത്തെയും മറ്റു തരത്തിലേക്കുള്ള പ്രലോഭനങ്ങളെയും എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഈ വിജയം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നേടിയത്. അതുകൊണ്ടാണിത് തിളക്കമാർന്ന വിജയമാണ് ഇടതുപക്ഷം ഈ തവണ. കഴിഞ്ഞ തവണ 10 സീറ്റുണ്ടായിരുന്നു 11 സീറ്റായി വർദ്ധിച്ചുകൊണ്ട് ഈ തെറ്റായ ഈ കള്ളപ്രചരണങ്ങളെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം 11 സീറ്റ് നേടിയത്.